ഉന്നത കുലജാതരായ ആളുകൾ വേണം പിന്നാക്ക വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് ദളിത് ആദിവാസി മന്ത്രാലയത്തിന്റെ മന്ത്രി കസേരയിൽ ഉണ്ടാകേണ്ടത് എന്നൊരാഗ്രഹം അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു വെച്ചു. ഈ ആഗ്രഹം എന്ത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് ചോദിച്ചാൽ അതൊരു വിശാല അർത്ഥത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം മുൻപൊരാഗ്രഹം പറഞ്ഞു, അടുത്ത ജന്മമുണ്ടെങ്കിൽ ഭഗവാനെ ഞാനൊരു പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിച്ചു വീഴണമേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുള്ള, ശുദ്ധഗതിക്കാരനായ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളത് ബ്രാഹ്മണ്യം എന്ന ഒരു നന്മ, കുറച്ച് പഠനം, കുറച്ച് ധ്യാനം, കുറച്ച് മൂല്യങ്ങൾ, ബ്രാഹ്മണൻ നൽകുന്ന ധിഷണാപരമായ മികവ്, ഇതൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഈ സാമൂഹ്യ പരിഷ്കരണമൊക്കെ ബ്രാഹ്മണരാണ് നയിച്ചത് എന്ന അദ്ദേഹത്തിന്റെ ഒരു ചിന്തയും അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പിന്നിലുണ്ടാവാം. ഒരു മന്ത്രി അല്ല അന്ന് ആഗ്രഹിച്ചത്, പക്ഷെ മന്ത്രി ആയതിനു ശേഷം പറയുന്ന വാക്കുകളൊക്കെ ഹരിച്ച് ഗുണിച്ച് കുറച്ച് കൂട്ടി ഒക്കെ എടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് സുരേഷ് ഗോപിക്ക് അറിയാത്ത കാര്യവുമല്ലല്ലോ.